കുഞ്ഞികൃഷ്ണൻ സഖാവ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പിന്നാലെ, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അദ്ദേഹത്തിന് അനുകൂലമായി പ്രകടനം നടത്തിയ ഒരാളുടെ ബൈക്ക് വയലിൽ കൊണ്ടുപോയി കത്തിച്ചു. അദ്ദേഹത്തിന് വീടിന് മുന്നിൽ തെറി അഭിഷേകം, മുദ്രാവാക്യം വിളികൾ, ഗുണ്ട് പൊട്ടിക്കൽ, പടകം പൊട്ടിക്കൽ, ഇതിനൊക്കെ നേതൃത്വം നൽകിയ ആളാണെന്ന് വെച്ചാൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട്, നിങ്ങൾ ആലോചിക്കണേ, പോലീസ് സംഘത്തിന് നേരെ, പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി 1 മാസം ജയിലിൽ കടന്ന് അയാൾ പരോളിലിറങ്ങി 15 ദിവസത്തെ പരോളിലിറങ്ങി. ഞാൻ അറിയുന്നത് വീണ്ടും ഒരു 15 ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഈ ഭരണത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കുറ്റവാളികൾക്കാണ്, കൊലയാളികൾക്കാണ്, ഗുണ്ടകൾക്കാണ്. അപ്പോ ഈ CPM-ന്റെ ഈ ഗുണ്ട, അതായത് പോലീസുകാരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞതിന് 20 വർഷം ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ ഈ പ്രതി ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ സഖാവിന് എതിരായി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പടിക്കൽ പോയിരുന്നു കണ്ട് ഗുണ്ട് പൊട്ടിക്കാനും, തെറി വിളിക്കാനും, മുദ്രാവാക്യം വിളിക്കാനും, അക്രമത്തിന് ആഹ്വാനം ചെയ്യാനും.